നമസ്കാരം. 3 ഡയമെൻഷൻ ചാപ്റ്ററിലെ പ്ലെയിൻ എന്ന പാർട്ടിലോട്ട് സ്വാഗതം. ഫോക്കസ് ഏരിയയിലുള്ള ഭാഗമാണ്. ഇതിൽ നമ്മൾ ഫോർമുലാസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ വിക്ടേഴ്സിലേക്ക് കാണണം. ഇതിൽ നമ്മൾ ഫോർമുലയും പ്രോബ്ലവും എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാം അത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇക്വേഷൻ്റെ ജനറൽ ഇക്വേഷൻ, ഒരു പ്ലെയിൻ്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ax + by + cz + d = 0. അതായത് ax + by എന്ന് പറയുന്നിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ax + by + c = 0. സിയുടെ കൂടെ സെഡില്ലാതെ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു. അപ്പോൾ 2 ഡയമെൻഷനിൽ ഇങ്ങനെ ഇപ്പോൾ ഈ പാൻ ഇരിക്കുന്നതാണ് സ്ട്രെയിറ്റ് ലൈൻ എന്നുണ്ടെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈനിന് സി സെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മുകളിലേക്ക് ഒരു പ്രൊജക്ഷനും കൂടി വന്നു കഴിഞ്ഞാൽ അത് അവിടെ ഒരു പ്ലെയിനായി മാറും. അപ്പോൾ ശരിക്കും സ്ട്രെയിറ്റ് ലൈനിൻ്റെ കൂടെ എക്സ് വൈയുടെ കൂടെ സെഡും കൂടി വരുമ്പോൾ അത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, സ്പേസിലെ സ്ട്രെയിറ്റ് ലൈൻ അല്ല. എക്സിൻ്റെ ഒരു ടേം, വൈയുടെ ഒരു ടേം, സെഡിൻ്റെ ഒരു ടേം, ഒരു കോൺസ്റ്റൻറ്റ്, അത്രയാണ് ഉണ്ടായിരിക്കുക. ഇത് വെക്ടർ ഇക്വേഷനിൽ എഴുതുമ്പോൾ വെക്ടർ ആർ ഡോട്ട് വെക്ടർ എ + d = 0 എന്നാണ് വരിക. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xi + yj + zk ആണ്. അപ്പോൾ xi + yj + zk എന്നുള്ളതും ai + bj + ck നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ax + by + cz വരും + d = 0. അപ്പോൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഈ കാണുന്നത്. ഇനി രണ്ട് രീതിയിലാണ്, ശരിക്കും 4 രീതിയിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ കാണാൻ സാധിക്കും. 4 തരത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഫോക്കസ് ഏരിയയിൽ ആകെ 2 എണ്ണേ ഉള്ളൂ, പക്ഷേ 4 ഫോമിൽ നമ്മളിതിൽ പറയുന്നുണ്ട്. ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ ഇൻ നോർമൽ ഫോം. നോർമൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലെയിനിലേക്കുള്ളൊരു നോർമലും ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിനും നൽകും. അങ്ങനെയാണെങ്കിൽ r ഡോട്ട് n = d എന്നുള്ളതാണ് ഫോമുല. ഈ n എന്ന് പറയുന്നത് യൂണിറ്റ് നോർമൽ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഫ്രം ദ ഒറിജിൻ. ഒറിജിനിൽ നിന്നും ഈ ഒറിജിനിൽ നിന്നും പ്ലെയിനിനെ അങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്ന വെക്ടറിനെ പറയുന്ന പേരാണ് വെക്ടർ n. അതിനെ യൂണിറ്റ് വെക്ടർ ആക്കണം. അതും ഡിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ r ഡോട്ട് n = d ആണ് ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വെറുതെ ഒരു വെക്ടർ കിട്ടുകയാണെങ്കിൽ r ഡോട്ട് a + d = 0 ആണെങ്കിൽ a ബിക്കം എ യൂണിറ്റ് വെക്ടർ. a യൂണിറ്റ് വെക്ടർ ആയി കഴിഞ്ഞാൽ d എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ഒറിജിൻ. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതായത് ഇത് യൂണിറ്റ് വെക്ടർ ആയി കഴിഞ്ഞാൽ ഇത് യൂണിറ്റ് വെക്ടർ ആണെങ്കിൽ ഇത് ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞത്. യൂണിറ്റ് വെക്ടറും ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആറിൻ്റെ കൂടെയുള്ളത് യൂണിറ്റ് വെക്ടർ ആയി കഴിഞ്ഞാൽ ഇത് ഡിസ്റ്റൻസ് ആവും. അപ്പോൾ ആറിൻ്റെ കൂടെയുള്ളത് യൂണിറ്റ് വെക്ടർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനിൽ നിന്നുള്ള അകലം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ കാണാനായിട്ട് d ഈ എ ബി സി എന്ന് പറയുന്നത് ആരാണ്? ഈ വെക്ടർ എയുടെ കൂടെയുള്ള ആൾക്കാരെയാണ്. ഇത് നമ്മൾ മുകളിൽ എഴുതിനായിരുന്നു. വെക്ടർ a = a + bj + ck കണ്ടു. അപ്പോൾ ഈ എ ബി സിയുടെ മോഡുലസ് ഓഫ് വെക്ടറെ കാണുകയാണെങ്കിൽ അതായത് d മോഡുലസ് ഓഫ് വെക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ കാണാൻ സാധിക്കും. ഇനി അത് ഈ ഇക്വേഷനിൽ നിന്നും കിട്ടുന്ന ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇനി ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എ പോയിന്റ് ടു എ ഗിവൺ വെക്ടർ ആൻഡ് പാസിംഗ് ത്രൂ എ ഗിവൺ പോയിന്റ്. അപ്പോൾ ഒരു പോയിൻറ്റും ഒരു വെക്ടറും തരുകയാണ്. ഒരു പെർപെൻഡിക്കുലർ വെക്ടറും ഉണ്ട്, ഈ പ്ലെയിനിലുള്ളൊരു പോയിൻറ്റും. അപ്പോൾ ഒറിജിനായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഈ പ്ലെയിനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വെക്ടറും കിട്ടുന്നുണ്ട്, പിന്നെ ആ പ്ലെയിനിലുള്ളൊരു പോയിൻറ്റും. ഇത് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഇങ്ങനെ പ്ലെയിനിലുള്ളൊരു പോയിൻറ്റും കിട്ടും, ഇതിലിങ്ങനെ കുത്തി നിൽക്കുന്ന ഒരു വെക്ടറും. അല്ലാതെ ഒറിജിനായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെ 2 സാധനം കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ കാണാം. അതായത് ഒരു പോയിൻ്റ് തന്നു പറഞ്ഞല്ലോ. ഈ r എന്ന് പറഞ്ഞാൽ xi + yj + zk എന്ന് പറയുന്ന ഈ വെക്ടർ r എന്ന് പറയുന്നത് പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പോയിൻ്റാണ്. അപ്പോൾ അത് തമ്മിലുള്ള വെക്ടറാണ് ഈ r - p എന്ന് പറയുന്നത്. p എന്ന് പറയുന്നതാണ് പോയിൻ്റ് x1y + y1j + z1k. അപ്പോൾ r - p എന്ന് പറഞ്ഞാൽ പ്ലെയിനിലുള്ളൊരു വെക്ടറാണ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഒരു പെർപെൻഡിക്കുലർ വെക്ടറാണ്. അപ്പോൾ അത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എന്ത് വരും? 0 വരും. അപ്പോൾ ഈ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഇക്വേഷൻ ഓഫ് പ്ലെയിൻ കാണാം. r - p ഡോട്ട് n വെക്ടർ n = 0. ഇനി 3 പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണാം? അപ്പോൾ 3 പോയിൻ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ 3 പോയിൻ്റാണ് പ്ലെയിനിലുള്ള 3 പോയിൻ്റാണ് തരുന്നത് എങ്കിൽ ഈ 3 പോയിൻ്റ് ഉപയോഗിച്ചിട്ട് പ്ലെയിനിലുള്ളൊരു വെക്ടർ കണ്ടുപിടിക്കും, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ കണ്ടുപിടിക്കും. അത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് 0. അത് ആ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്ലെയിനിലുള്ളൊരു വെക്ടർ r - വെക്ടർ എടുത്തു, പെർപെൻഡിക്കുലർ ആയിട്ട് വെക്ടർ എടുക്കാനായിട്ട് b - a × c - a എടുത്തു. അത് തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 വരും. ഇനി ഇൻ്റർസെപ്റ്റ് ഫോം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് x/a + y/b = 1. പ്ലെയിനിലാകുമ്പോൾ എന്തുകൂടി വരും? z/c = 1. x/a + y/b + z/c = 1. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. വീണ്ടും പറയുന്നത് വളരെ എളുപ്പത്തിൽ എഴുതാവുന്ന ആൻസേഴ്സ് ആണ് എല്ലാം. അതുകൊണ്ട് നന്നായി ശ്രദ്ധിച്ച് ഫോർമുല മനസ്സിലാക്കി ഉപയോഗിക്കണം.
ഒറ്റ വരികളാണ്, കാൽക്കുലേഷൻ വളരെ കുറവാണ്. ഫൈൻഡ് ദ വെക്ടർ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് 6/√29 ഫ്രം ദ ഒറിജിൻ ആൻഡ് ഇറ്റ്സ് നോർമൽ വെക്ടർ ഫ്രം ദ ഒറിജിൻ ഇസ് 2i - 3j പ്ലസ് n വെക്ടർ n. അപ്പോൾ നമുക്ക് ഇത് കാണുന്നുണ്ടെങ്കിൽ എൻ ഒറിജിൻ തമ്മിലുള്ള ബന്ധം കണ്ടു. അപ്പോൾ നമുക്ക് അവിടെ എൻ ക്യാപ്പാണ് വേണ്ടത്. എൻ ക്യാപ്പ് വേണമെങ്കിൽ പെർപെൻഡിക്കുലർ വെക്ടർ തന്നിട്ടുണ്ട്. നോർമൽ എന്ന് പറഞ്ഞാലും പെർപെൻഡിക്കുലർ തന്നെയാണ് അർത്ഥം കേട്ടോ. അതുകൊണ്ടാണ് അവിടെ ഈ എൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എൻ ക്യാപ്പ് ആക്കാൻ എന്ത് ചെയ്യണം? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4k ഡിവൈഡഡ് ബൈ √16 4 20 29. അപ്പോൾ ഇതാണ് എൻ ക്യാപ്പ്. ഇനി നമുക്ക് പ്ലെയിൻ ഇക്വേഷൻ എഴുതാം. വെക്ടർ r ഡോട്ട് എൻ ക്യാപ്പ് 2i - 3j പ്ലസ് 4k ബൈ √29 ഈക്വൽ ടു ഡിസ്റ്റൻസ് 6/√29. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ വെക്ടർ r ഡോട്ട് എൻ ക്യാപ്പ് ഈക്വൽ ടു d. അത് ഉപയോഗിച്ചിട്ടാണ് ഈ ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ ഒറിജിനായിട്ട് ബന്ധപ്പെട്ടാൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്കറിയണം. Find the direction cosines of a unit vector perpendicular to the vector passing through the origin. ഡയറക്ഷൻ കോസൈൻസ് ഓഫ് യൂണിറ്റ് വെക്ടർ. അപ്പോൾ ഇത് കണ്ടാൽ നമുക്ക് ഈ പെർപെൻഡിക്കുലർ വെക്ടറിനെ കാണാൻ തിരിച്ചറിയണം. ആരാണ് ഇവിടുത്തെ പെർപെൻഡിക്കുലർ വെക്ടർ? ഇത് ഇയാളാണ് ഈ പെർപെൻഡിക്കുലർ വെക്ടർ. അപ്പോൾ വെക്ടർ എൻ, അപ്പോൾ യൂണിറ്റ് വെക്ടർ അല്ലാത്തതുകൊണ്ട് വെക്ടർ എൻ ആണ് ഏതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പെർപെൻഡിക്കുലർ വെക്ടർ. അപ്പോൾ ഇയാളെ തിരിച്ചറിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ ചോദ്യമായിട്ട് നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പോൾ എൻ ക്യാപ്പ് കണ്ടുപിടിക്കാം. എന്നാലാണ് ഡയറക്ഷൻ കോസൈൻ എഴുതാൻ പറ്റുക. ആറിൻ്റെ സ്ക്വയർ 6a² പ്ലസ് 3a² പ്ലസ് 2a² എന്നുവെച്ചാൽ എന്ത് വരും? 6i - 3j - 2k ബൈ √6 പ്ലസ് 9 പ്ലസ് 4. അപ്പോൾ 49 എന്ന് പറഞ്ഞാൽ 7. അപ്പോൾ ഡയറക്ഷൻ കോസൈൻസ് എഴുതാം. ഡയറക്ഷൻ കോസൈൻ എന്ന് പറയുന്നത് L ഈക്വൽ ടു 6a/7, M ഈക്വൽ ടു -3a/7, N ഈക്വൽ ടു -2a/7. ഇതാണ് ഡയറക്ഷൻ കോസൈൻ. ഇത് നമ്മൾ ഇവിടെ പഠിച്ചതാണ്, വെക്ടറിൽ പഠിച്ചതാണ്. ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് എഴുതാനായിട്ട് അതാത് നമ്പറുകൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. മോഡുലസ് കണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. നമ്മൾ പഠിച്ചതാണ്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഫ്രം ബിറ്റ്വീൻ ദ പ്ലെയിൻ. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഓഫ് ദി പ്ലെയിൻ ഫ്രം ദ ഒറിജിൻ. നമ്മൾ കണ്ടതാണ് ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ കാണാൻ d ബൈ മോഡുലസ് ഓഫ് വെക്ടറെ കണ്ടാൽ മതി. ഇവിടെ d എന്ന് പറയുന്നത് -6 ആണ്. ബൈ ഇതാണ് നമ്മുടെ 2² പ്ലസ് 3² പ്ലസ് 4². ഇതാണ് നമ്മുടെ മോഡുലസ് ഓഫ് വെക്ടർ. x² പ്ലസ് y² പ്ലസ് z² എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം -6/4 9 16 29 √29. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫൈൻഡ് ദ വെക്ടർ ആൻഡ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ വിത്ത് ഡയറക്ഷൻ റേഷ്യോ. കണ്ടോ, ഇവിടെ വെക്ടർ തന്നില്ല. പെർപെൻഡിക്കുലർ ടു ദ ലൈൻ വിത്ത് ഡയറക്ഷൻ റേഷ്യോ അല്ലേ. അപ്പോൾ അതിൻ്റെ വെക്ടർ എഴുതിയാൽ മതി. കണ്ടു, ഇതാണ് പെർപെൻഡിക്കുലർ വെക്ടർ. ഇതൊരു പോയിൻറ്റിൻ്റെ വെക്ടർ എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ വെക്ടർ P. 5i + 2j - 4k. ഇതാണ് നമ്മുടെ വെക്ടർ N. ഇപ്പോൾ ഒറിജിനായിട്ട് ബന്ധമില്ലാത്ത ഫോർമുലയാണ്. വെക്ടർ r മൈനസ് വെക്ടർ P ഡോട്ട് വെക്ടർ N ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫോർമുല. അതിലങ്ങ് വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 5i + 2j - 4k ഡോട്ട് 2i + 3j - k ഈക്വൽ ടു 0. കണ്ടു, ഇങ്ങനെ എഴുതേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ അതിനെ ഭംഗിയാക്കി മൈനസ് ചെയ്ത് ഭംഗിയാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എത്ര എഴുതിയാൽ മതി. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ വിത്ത് ഇൻ്റർസെപ്റ്റ്സ് 2 3 4. നമ്മൾ കണ്ടതാണ്. ഇത് നമുക്ക് ഭയങ്കര എളുപ്പമാണ്. x/2 y/3 z/4 ഈക്വൽ ടു ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ വിത്ത് ഇൻ്റർസെപ്റ്റ്സ് 1. ഇത്ര ആവശ്യമുള്ളൂ. വേണ്ട, ഭയങ്കര എളുപ്പമുള്ളൊരു ചോദ്യമാണ്. പക്ഷെ ഇതൊക്കെ നമുക്കിത് അറിയണം. നമ്മൾ ഈ ആദ്യത്തെ പേജിൽ കണ്ട ഫോർമുലാസ് നമുക്ക് ചെയ്യാൻ അറിയണം. ഇനി നമ്മൾ എക്സസൈസിൽ 11.3 എക്സസൈസിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡിറ്റർമിൻ ദ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് നോർമൽ ടു ദ പ്ലെയിൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻസും ഡിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എൻ ക്യാപ്പ് ആക്കിയാൽ മതി. അപ്പോൾ അത് കിട്ടും. അപ്പോൾ ഇവിടെ ആകെ z = 2 എന്നേ ഉള്ളൂ. z = 2 എന്നേ ഉള്ളൂ വെച്ചാൽ z ഓട്ടോമാറ്റിക്കലി യൂണിറ്റ് വെക്ടറാണ് അല്ലേ. അതിൻ്റെ കൂടെ ആരുമില്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 തന്നെയാണ് വരിക. അപ്പോൾ ഡയറക്ഷൻ കൊസൈൻ എന്ത് വരും? 0 0 1. അവിടെ z മാത്രമേ ഉള്ളൂ. 0i + 0j + 0k ആണ് ആ വെക്ടർ. അല്ല, 1k ആണ് ആ വെക്ടർ വരുന്നത്. z മാത്രമേ ഉള്ളൂ. x ഇല്ല, y ഇല്ല, z മാത്രം. അപ്പോൾ ഈ വെക്ടർ 1 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 0 0 1 ആണ് വരിക. ഡിസ്റ്റൻസ് എന്ത് വരും? 2 തന്നെ വരും. ഇനി x + y + z എന്നുള്ള ചോദ്യം. അപ്പോൾ അവിടുത്തെ വെക്ടർ n എന്ന് പറഞ്ഞാൽ എന്ത് വരും? i + j + k. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ എന്ത് വന്നു? √3 വന്നു.
√3 എന്ന ഡയറക്ഷൻ കൊസൈൻ എന്ത് ചെയ്യണം, അതാത് ആൾക്കാർ തമ്മിൽ ബൈ ചെയ്യണം. 1/√3 1/√3 1/√3. ഡിസ്റ്റൻസ് എന്ത് വരും, അതേ √3 അല്ലേ. ഡി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 1/√3 കണ്ടോ. ഇതിലെന്ത് ചെയ്യണം, വെക്ടർ n ഈക്വൽ ടു 2i + 3j - k ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ n കണ്ടുപിടിക്കാം. അത് √2² + 3² + 1². അപ്പോൾ എന്ത് വന്നു, 9 14 14. ഇനി നമുക്ക് എഴുതാം ഡയറക്ഷൻ കൊസൈൻസ് ഈക്വൽ ടു എന്ത് വരും, അതാത് നമ്പറുകൾ 2/√14 3/√14 -1/√14. കണ്ടുകൂടെ നെഗറ്റീവാണ്. ഇനി ഡിസ്റ്റൻസ് ഈക്വൽ ടു എന്ത് വരും, ഡിസ്റ്റൻസിൻ്റെ നമ്പർ എത്രയാണ്, 5 ആണ്. 5/√14 കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി 5y + 8 = 0. അപ്പോൾ 5y + 8 ആണ് കിടക്കുന്നത്. നമുക്ക് ഡിസ്റ്റൻസ് ഈക്വൽ ടു ഡി എന്ന് വരാറ്. 5y = -d എന്ന് എഴുതാം, അതാണ് ഭംഗി. ഇനി നമുക്ക് 5y ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ആകെ i ഇല്ല, 5j മാത്രമേ ഉള്ളൂ. നമ്മുടെ വെക്ടർ n എന്ന് പറഞ്ഞാൽ 5j ആണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, √5² എന്ന് പറഞ്ഞാൽ 5 തന്നെ വരും. ഇനി നമുക്ക് ഡയറക്ഷൻ കൊസൈൻസ് എഴുതാം. L = m = n അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കോമ ഇട്ടിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ അതിലെന്ത് വരും, എക്സിൻ്റെ ടേം 0, വൈയുടെ ടേം എന്ത് വന്നു, 5/5. ഇനി കെയുടെ ടേം എന്ത് വരും, 0. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ്. കണ്ടില്ലല്ലോ, ഇതാണ് നമ്മുടെ ഡയറക്ഷൻ കൊസൈൻസ് വരുന്നത്. ഡിസ്റ്റൻസ് എന്ത് വരും, ഇത് ഇപ്പുറത്തേക്ക് ഇപ്പോൾ -8 ആയില്ലേ, -8/5 കേട്ടോ. Find the vector equation of the plane is at a distance 7 units from the origin and normal to the vector 3i + 5j + 6k. നമ്മൾ നേരത്തെ ചെയ്തതാണ് ഈ വെക്ടർ. ഇത് 3i + 5j - 6k എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ യൂണിറ്റ് വെക്ടർ ആക്കണം. അപ്പോൾ 3i + 5j - 6k √3² 5² + 6² എന്ന് വെച്ചാൽ എന്ത് വരും, -6k ഇത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, 5 5 11 11 20 70 വരും. ഓക്കെ. അപ്പോൾ ഇനി വെക്ടർ എഴുതാം. വെക്ടർ r.n 3i + 5j - 6k √70 = d. d എന്ന് പറയുന്നത് എത്ര തന്നിരിക്കുന്നത്, ഡിസ്റ്റൻസ് 7. അപ്പോൾ ഫോർമുലാസ് നന്നായി പഠിച്ചാൽ ഇത് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാം. 2 3 മാർക്ക് വരെ ഈ പ്രോബ്ലംസിനുണ്ട്. ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദി ഫോളോയിങ് പ്ലെയിൻസ്. അതായത് ഐജെക്ക് പാടില്ല. ഐജെക്ക് പാടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഐജെക്ക് ഒരു സ്ഥലത്ത് x y z കൊടുക്കും. x + y - z = 2. ഇത്രയേ ഉള്ളൂ. കാരണം വെക്ടർ r എന്ന് പറഞ്ഞാൽ xi + yj + zk ആണ്. അപ്പോൾ ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x × 1 y × 1 z × -1 വരും. ഇതെങ്ങനെ വരും, ഇവിടെ എന്ത് എഴുതണം, 2x + 3y - 4z = 1. ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് വരും, s - 2 × 2 കണ്ടോ. അതൊരു ഭംഗിയില്ലാത്ത ഇക്വേഷനാണ്, പക്ഷേ പേടിക്കൊന്നും വേണ്ട. ഐജെക്ക് ഒരു സ്ഥലത്ത് x y z കൊടുത്താൽ മതി. ഈ ഐയുടെ സ്ഥലത്ത് x കൊടുക്കുക, j സ്ഥലത്ത് y കൊടുക്കുക, k സ്ഥലത്ത് z കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ എഴുതി കഴിഞ്ഞത് ഉത്തരമായി. കണ്ടോ. ഇനി ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ passes through the point 1 0 - 2 and normal to the plane is ij - k. നേരത്തെ പറഞ്ഞാൽ അതേ സംഭവം തന്നെയാണ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാം. √1² + 1² + 1² = √3. അപ്പോൾ എന്ത് വരും, പോയിന്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതാണ് പി. മാഗ്നിറ്റ്യൂഡിൻ്റെ ആവശ്യമില്ല, സോറി. പി എന്ന് പറയുന്ന പോയിൻ്റ് i + 0j - 2k. വെക്ടർ n എന്ന് പറഞ്ഞാൽ i + j - k. അപ്പോൾ നമ്മുടെ ഫോർമുല വെക്ടർ r - വെക്ടർ p വെക്ടർ n = 0. വെക്ടർ r - വെക്ടർ p എന്ന് പറയുന്നത് എന്താണ്, i - 2j എന്ന് മതി, 2k എന്ന് മതി, 0ൻ്റെ ആവശ്യമൊന്നുമില്ല. വെക്ടർ n i + j - k = 0. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്നാണ് കേട്ടോ. ആദ്യം മടിച്ചിട്ട് എഴുതിയില്ല. passes through the point 1 4 6 and normal to the vector i - 2j + k. അപ്പോൾ എന്ത് ചെയ്താൽ, ഇതാണ് നോർമൽ, അതതിൻ്റെ സ്ഥലത്ത് എഴുതി. ഇത് പോയിൻ്റ് സ്ഥലത്ത് എഴുതി. ഞാൻ തെറ്റിച്ച് എഴുതിയോ, ഇല്ല. പോയിൻ്റ് വരേണ്ടത് ഇവിടെയും നോർമൽ വരേണ്ടത് ഇവിടെയും കറക്റ്റാണ്, = 0. ഓക്കെ. ഇനി ഒരു ചോദ്യം കൂടി എഴുതാം. ഫൈൻഡ് ദി ഇൻ്റർസെപ്റ്റ്സ് ഓഫ് ദി പ്ലെയിൻ 2x + y - z = 5. അപ്പോൾ ഇത് = നമുക്ക് ഓർമ്മയില്ലേ, ഇൻ്റർസെപ്റ്റ്സ് കാണാനായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ചെയ്തത് ഇവിടെ = 1 ആക്കണം. അപ്പോൾ 2x
പ്ലസ് വൈ മൈനസ് സെഡ് ഈക്വൽ ടു 1 ആവണമെങ്കിൽ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻ്റർസെപ്റ്റ് ദെൻ വൈ ഇൻ്റർസെപ്റ്റ് സെഡ് ഇൻ്റർസെപ്റ്റ്. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് താഴെയുള്ളത്, എക്സിന് താഴെ 5 ഉള്ളൂ, പക്ഷേ 2 മുകളിലുണ്ട്, ആ 2 കൂടി എടുത്ത് എഴുതണം. വൈ ഇൻ്റർസെപ്റ്റിന് താഴെ 5 മാത്രമേ ഉള്ളൂ, സെഡ് ഇൻ്റർസെപ്റ്റിന് താഴെ ഇന്ന് ചിഹ്നമാണെങ്കിൽ അതും കൂടി എഴുതണം, -5 എഴുതണം. ഇതാണ് എക്സ് വൈ ഇൻ്റർസെപ്റ്റ്. ഇതോടുകൂടി ഈ ലെസണിലെ ഫോക്കസ് ഏരിയയിലുള്ള എല്ലാ ഭാഗവും കഴിഞ്ഞു. നന്നായി പഠിക്കുക, നന്നായി ചെയ്ത് നോക്കുക. താങ്ക് യു.